ഇപ്പോൾ തിരുവനന്തപുരത്ത് സേവ് KSRTC ക്യാമ്പയിനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം ഇത് ഇത്തരത്തിലൊരു കാൺകപ്രതിയുള്ള സഹായമാണെങ്കിൽ സ്ഥാപനം പ്രതിസന്ധിയിലായിക്കൂടാ എന്ന നിലപാട് ക്രിയാത്മകമായി സ്വീകരിക്കുന്ന ജീവനക്കാരാണ് ഇവിടെയുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുൻപന്തിയിൽ KSRT എംപ്ലോയീസ് അസോസിയേഷന് നിൽക്കാൻ കഴിയുന്നതും മാതൃകാപരമായ കാര്യം തന്നെയാണ്. ഒരു സ്ഥാപനമെന്ന നിലക്ക് കടുത്ത പ്രതിസന്ധി തന്നെയാണ് KSRTC നേരിടുന്നത്. ഓരോ മാസവും വലിയ തുകയാണ് കടമെടുക്കേണ്ടി വരുന്നത്. 100 കോടി രൂപ ഓരോ മാസവും കടമെടുക്കേണ്ടി വരിക എന്ന് വന്നാൽ സ്ഥാപന സ്ഥിതി എന്താകുമെന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകും. ഇപ്പോൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് KSRTC കൊടുത്തു തീർക്കാനുള്ളത് 1816 കോടി രൂപയാണ്. അപ്പോൾ എത്ര ഭീമമായ പ്രതിസന്ധിയാണ് ഈ സ്ഥാപനം നേരിടുന്നത് എന്നതാണ് ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 1816 കോടി എന്ന് പറയുമ്പോൾ നമ്മളൊരു 4-5 വർഷം പുറകോട്ട് പോയാൽ 2011 KSRTCക്ക് ഉണ്ടായിരുന്ന കടം 717 കോടി രൂപയായിരുന്നു. അവിടെ നിന്നാണ് പല ഇരട്ടിയായി വർദ്ധിക്കുന്ന തരത്തിൽ 5 വർഷം കൊണ്ട് എത്തിച്ചേർന്നു. ഇവിടെ ഓരോ ദിവസവുമുള്ള വരുമാനത്തിൻ്റെ തോത് പരിശോധിച്ചാൽ KSRTCക്ക് പ്രതിദിന വരുമാനം 5.25 കോടി രൂപയാണ്. ഇതിൽ 2 കോടി രൂപ ശമ്പളത്തിന് മാറ്റിവെക്കുന്നു. പിന്നെ ഡീസൽ അടിക്കാനുള്ള ചെലവ്, മറ്റ് മെയിൻ്റനൻസ് ചെലവുകൾ, ഇതെല്ലാം കഴിച്ചാൽ കടം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്ഥാപനം കിടക്കുന്നത്. കടക്കണിയിൽപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതായത് കടത്തിൻ്റെ പലിശ അടക്കാൻ പോലും ഗതിയില്ലാതെ വരിക, ആ പലിശ അടക്കാൻ വേണ്ടി വേറെ കടം വാങ്ങുക. ഇവിടെ പലിശ അടക്കാൻ വേണ്ടി ഒരു ദിവസം 30 ലക്ഷം രൂപ, കടം എന്ന് പറഞ്ഞാൽ പലിശക്കാണല്ലോ കടമെടുക്കുന്നത്, അപ്പോൾ പലിശക്ക് കടമെടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെയാണ് ജീവനക്കാരുടെ പെൻഷനും മറ്റും വരുന്നത്. അപ്പോൾ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള മറ്റാവശ്യങ്ങൾ കൂടി വരുമ്പോൾ KSRTCയുടെ പ്രതിസന്ധി വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഏതൊരു സ്ഥാപനവും നല്ല നിലക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായി വരുന്ന ചിലവിനേക്കാളും
വരവ് കുറച്ചെങ്കിലും മുന്നിട്ട് നിൽക്കണം. ഇവിടെ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ മാസത്തേതെടുത്താൽ 148 കോടി രൂപയാണ്. അപ്പോൾ KSRTCയെ ഇത്തരമൊരു പരുവത്തിലേക്ക് എത്തിക്കുന്നതിന് ഉയർന്ന മൂല്യമുള്ള നോട്ടുകളുടെ നിരോധനം വലിയ തോതിൽ വഴിവെച്ചിട്ടുണ്ട്. നോട്ട് നിരോധനം വന്നതോടെ ദിവസ വരുമാനത്തിൽ 60 ലക്ഷം രൂപയുടെ കുറവാണ് ഈ സ്ഥാപനത്തിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവിക ഫലം എന്താ? ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത വിഷമഘട്ടത്തിലേക്ക് KSRTC നീങ്ങിയിരിക്കുന്നുവെന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിലയെടുത്താൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC. അപ്പം അത്തരമൊരു സ്ഥാപനം പ്രതിസന്ധിയിലായിപ്പോയാൽ അതിനെ പുനരുദ്ധരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിൽ വേറെ മാന്ത്രിക വടിയൊന്നും ഇക്കാര്യത്തിലില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെലവ് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാവണം. അതിന് സമഗ്രമായൊരു കർമ്മ പദ്ധതി ഇവിടെ വേണ്ടതായി വരും. ഇപ്പോഴാണെങ്കിൽ പലിശയുടെ വർധനവ് ഭീമമായ തോതിലാണ് സംഭവിക്കുന്നത്. അപ്പം അത് കുറച്ചു കൊണ്ടുവരുന്നതിന് നല്ല പരിഗണന സർക്കാർ നൽകുക തന്നെ ചെയ്യും. ഇവിടെ CNG ബസ്സുകൾ, അതിൻ്റെ ഉദ്ദേശം ഹരിതോർജത്തിന് പ്രാധാന്യം നൽകാനാണ്. അപ്പം അത്തരത്തിൽ CNG ബസ്സുകൾ കൂടുതലായി ആരംഭിക്കാനാണ് പോകുന്നത്. തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോടും ഈ നഗരങ്ങളിലായിരിക്കും ഇതിൻ്റെ തുടക്കം കുറിക്കുക. CNG ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായാൽ ഇന്ധന ഇനത്തിലുള്ള ചെലവ് കുറയുമെന്ന് മാത്രമല്ല, ബസ്സുകളുടെ കാര്യക്ഷമതയും കൂടും. CNG ബസ് അങ്ങനെ വിജയകരമായാൽ LNG ബസ്സുകളിലേക്ക് മാറുന്നതിന് സർക്കാർ മുൻഗണന നൽകുകയും ചെയ്യും. KSRTCയെ മറ്റ് സ്വകാര്യ സർവീസുമായി താരതമ്യം ചെയ്യാൻ നമുക്കാവില്ല. KSRTC സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സർവീസാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സ്ഥാപനത്തിന് പൊതുജനങ്ങളോടാണ് ഉത്തരവാദിത്വം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ട കണക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമായി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനാവില്ല. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള സർവീസ് നടത്താൻ ചിലപ്പോൾ നിർബന്ധിതമാവും. രാത്രികാല സർവീസ്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസ്, ഇവയെല്ലാം വേണ്ടെന്ന് വെക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിനെ കൊണ്ടാവില്ല.
അപ്പോൾ ഇത്തരം സർവീസുകൾ മുഖേന ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെ അതുകൊണ്ട് തന്നെ ഗൗരവമായി എടുക്കാനാവില്ല. ആധുനിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലും KSRTC ഒട്ടും പുറകിലല്ല. ഇതാണൊരു പ്രത്യേകത. സ്കാനിയ ഉൾപ്പെടെയുള്ള ബസ്സുകൾ, ടിക്കറ്റ് റിസർവേഷൻ സൗകര്യം, ഇങ്ങനെ യാത്രക്കാർക്ക് ഗുണകരമാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണ്. സ്ഥിരം യാത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാകുന്ന സ്മാർട്ട് കാർഡ് KSRTC പുറത്തിറക്കാൻ പോകുന്നുണ്ട്. 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ കാർഡ് ഇറങ്ങുക. പാവപ്പെട്ടവര്, സർക്കാർ ജീവനക്കാര്, സ്ഥിരം യാത്രക്കാര്, ഇവർക്കെല്ലാം ഇതേറെ പ്രയോജനകരമായിരിക്കും. KSRTCക്കോ ഒരുമിച്ച് ആദ്യം തന്നെ ഒരു വരുമാനം ലഭിക്കുകയും ചെയ്യും. KSRTCയെ ദുരിതത്തിൽ നിന്നും കരകയറ്റാൻ ശ്രമിക്കുന്ന തൊഴിലാളികളെ കുറിച്ച് നേരത്തെ പരാമർശിച്ചു. ഇവിടെ തൊഴിലാളികളുടെ വികാരം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. സ്ഥാപനത്തിന്റെ വളർച്ചയാണ് തങ്ങളുടെ ലക്ഷ്യം. ഇതാണ് തൊഴിലാളികളുടെ കൂട്ടായ മനോഭാവം. ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് തൊഴിലാളി. ഇതിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഇന്നിവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞ ബസ്. ഇതിന് മറ്റൊരു മാനം കൂടിയുണ്ട്. KSRTC പ്രയാസത്തിലായി, പ്രതിസന്ധിയിലായി, ചെലവും വരവും ഒത്തുവരുന്നില്ല. അപ്പം അതൊരു സ്വാഭാവിക അന്ത്യമായിക്കോട്ടെ എന്ന് നിശ്ചയിക്കുന്ന ഒരു സർക്കാരല്ല ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ അധികാരത്തിലുള്ളത്. ഈ പറയുന്ന എല്ലാ വിഷമതകളും പ്രതിസന്ധികളും അതിൻ്റെ വിശദാംശങ്ങളോടെ തന്നെ തിരിച്ചറിഞ്ഞ് KSRTCയെ സംരക്ഷിക്കാനും കൂടുതൽ ഊർജ്ജസ്വലമായി പൊതുജന സേവനം നടത്തത്തക്ക രീതിയിൽ സർവീസ് നടത്തുന്നതിനും പ്രാപ്തമാക്കുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അപ്പം അത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ പിന്തുണക്കാൻ തൊഴിലാളികളാകെ ഒറ്റക്കെട്ടായി നിൽക്കും എന്നതാണ് ഈ കാണിച്ച മനോഭാവത്തിൻ്റെ പ്രത്യേകത. അത് ഏറെ ആഹ്ലാദകരമായ സമീപനമാണ്. ഇവിടെ പലവിധ പ്രയാസങ്ങളുടെ നടുക്ക് ഇത്തരമൊരു ബസ് വാങ്ങി ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ സന്മനസ്സിൻ്റെ തെളിവായി മാത്രമേ കാണാൻ കഴിയൂ. അത് മുൻനിർത്തി എല്ലാവരെയും, ഇതിൻ്റെ ഭാഗമായ മുഴുവൻ പേരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് KSRTCയെ സംരക്ഷിക്കാൻ കൂട്ടായി ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. സേവ് KSRTC ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ.